ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് വീഡിയോ നേരത്തെ തന്നെ ഇടാമെന്ന് കരുതിയേ. രാവിലത്തെ ഉച്ചക്കത്തെയും വൈകിട്ടത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞാനിപ്പം ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നത്തെ മെയിൻ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗസ്തിക്കീര തോരൻ വെക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാമേ. ആദ്യം നമ്മൾ ചായയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം അഗസ്ത്യക്കീര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൽ ഇലകൾ മാത്രം നുള്ളി എടുത്തിട്ട് ആ കമ്പിനെ അങ്ങ് കളയുക. അപ്പം പെട്ടെന്ന് തന്നെ നുള്ളി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അരിയാൻ കുറച്ച് പാട് തന്നെയാണ് കേട്ടോ. നമ്മൾ ചീരയും മുരിങ്ങയിലേക്ക് അരിയത്തില്ലേ, മുരിങ്ങയില നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ആ ഇല അങ്ങനെ ഇട്ടാൽ പ്രശ്നമില്ലല്ലോ. ഇത് പക്ഷേ ഫുള്ള് കംപ്ലീറ്റ് നമുക്ക് നന്നായിട്ട് അരിയണം കേട്ടോ. അതുകൊണ്ട് കുറച്ച് പാട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ ആലോചിക്കുമ്പം ഈ അരിയുന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇതിന് അരപ്പിനായിട്ട് തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. കടുകും വറ്റൽമുളകും ഒക്കെ എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം ഇതിലേക്ക് 4-5 ചെറിയ ഉള്ളി ഉണ്ടല്ലോ, കട്ട് ചെയ്തെടുക്കുക. അതുകൂടി വശക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഇതിൽ ഇലയല്ല കേട്ടോ, ചീര അല്ല ഇടേണ്ടത്, അരപ്പാണ് കേട്ടോ. അരപ്പ് നമുക്ക് മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് പകരമാണ് പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അരപ്പിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചീര നമുക്ക് ആദ്യം കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ ചീര, അതുകൊണ്ട് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല. നമുക്ക് അരിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കാം. ചീര എല്ലാ ചീരയും പോലെ തന്നെയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ. അപ്പം ഈ ചീരയും ഈ ചീരയുടെ പൂവൊക്കെ കിട്ടിയാൽ ഉറപ്പായിട്ടും തോരൻ വെച്ച് കഴിക്കേണ്ടതാണ് എല്ലാവരും. പിന്നെ നമ്മൾ തോരൻ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി കേട്ടോ. കേബേജും സവാള, പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എണ്ണ ഒഴിച്ച് മെഴുക്ക് വരട്ടി. അത് കഴിഞ്ഞ് കോവയ്ക്ക ഉണ്ടായിരുന്നു, അതും സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് അതൊന്ന് മെഴുക്ക് വരട്ടി. പിന്നെ നമ്മൾ അവിയൽ വെച്ച് കേട്ടോ, പെട്ടെന്ന് തന്നെ ഒരു അവിയൽ ഉണ്ടാക്കി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തെ ഫുഡ്. അത് കഴിഞ്ഞ ശേഷം വൈകിട്ട് ആകാറായപ്പം നമുക്ക് പുഷ്പ ടീ ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ മുരിങ്ങയില നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കണം. അത് വേറൊരു റെസിഡാ കേട്ടോ, മുരിങ്ങയില ചമ്മന്തി. അപ്പം വൈകിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിനെ ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം ഒരു സ്പെഷ്യൽ മസാല ഇട്ട് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. കാണുമ്പോൾ തന്നെ അറിയാലോ, അടിപൊളിയായിരുന്നേ. ഇതിൻ്റെ റെസിപ്പി വേറൊരു ദിവസം ഇടാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് കുറേ ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് പിന്നെ പായസം മിക്സ് ഈ ഇടയിൽ ലുലുവിൽ പോയപ്പോൾ മോൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ, ഗോതമ്പ് പായസത്തിൻ്റെ മിക്സ്. അപ്പം വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി, ഇതുവരെ വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് വളരെ സിമ്പിളായിരുന്നു. പക്ഷേ ഈ ഗോതമ്പ് ആയതുകൊണ്ട് വേവാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. ശർക്കര എല്ലാം അതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാമല്ലോ. കുക്കർ എടുക്കുക, അതിലേക്ക് ഈ മിക്സ് തട്ടി കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഞാൻ 10 വിസിലാണ് കേട്ടോ ഇട്ടത്. ആദ്യം നമ്മൾ 5 എണ്ണം ഇട്ട് നോക്കിയപ്പം ഒട്ടും വെന്തിട്ടില്ല. വീണ്ടും അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പം വീണ്ടും നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 5 വിസിലും കൂടെ ഇട്ടു. അപ്പം നല്ല പാകമായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഏലക്ക ചതച്ചത് കൂടി ആഡ് ചെയ്തു. പിന്നെ ഞാനിവിടെ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. തേങ്ങാപ്പാൽ എത്ര ഒഴിക്കുക അതിൻ്റെ ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്തെടുത്ത് അതുകൂടി ആഡ് ചെയ്താൽ നമ്മുടെ പായസം സെറ്റായി കഴിഞ്ഞു. അടിപൊളി പായസം റെഡി ആയി കഴിഞ്ഞേ. പിന്നെ കുറച്ച് പെരുമ്പയറുണ്ടായിരുന്നു, അതിനെയൊക്കെ അവിച്ചെടുത്തു. അപ്പം നമ്മുടെ ചെറുക്കുട്ടൻ്റെ അമ്മ പുറത്ത് പോയി. പിന്നെ ചെറുക്കുട്ടനെ നോക്കുന്ന ഡ്യൂട്ടിയായിരുന്നു. അങ്ങനെ ചെറുക്കുട്ടൻ ചേട്ടച്ചനുമായിട്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ സമയം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. നമ്മളൊരു സാധനം കയ്യിൽ നിന്ന് വാങ്ങിയാലൊക്കെ നല്ല വാശി സ്വഭാവമായി തുടങ്ങിയിരിക്കുകയാണ് എൻ്റെ ചേക്കുട്ടിക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അഗസ്ത്യക്കീര തോരനൊക്കെ ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ ചെറുക്കുട്ടി ഒന്ന് വണ്ടി തള്ളുന്നും കൂടി നോക്കിക്കോ കേട്ടോ. എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നോക്കിക്കോ.
ജയ് ഹനുമാൻ ജയ് ഹനുമാൻ. എണീറ്റ് നിന്ന് വണ്ടി തള്ളണം.